അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള PSCയിൽ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള 10 സെലക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ LD പരീക്ഷയൊക്കെ ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ പരമാവധി പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ച കാര്യങ്ങൾ പരമാവധി റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുള്ളായി മാറുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിലവിലെ കേരള ബാങ്ക് CEO, നിലവിലെ കേരള ബാങ്ക് CEO ആരാണ്? നിലവിലെ കേരള ബാങ്ക് CEO ജോർട്ടി M ചാക്കോ. ജോർട്ടി M ചാക്കോ ആണ് നിലവിലെ കേരള ബാങ്ക് CEO. അപ്പോൾ കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം ഓർത്തിരിക്കുക, 2019 നവംബർ 29. 2019 നവംബർ 29 കേരള ബാങ്ക് നിലവിൽ വന്നിട്ടുള്ളത്. നിലവിലെ കേരള ബാങ്ക് CEO ജോർട്ടി M ചാക്കോ. നിലവിലെ കേരള ബാങ്ക് CEO ആരാണ്? ജോർട്ടി M ചാക്കോ ആണ്. കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം 2019 നവംബർ 29. നെക്സ്റ്റ്, 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ്. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ അത് ഐവറി കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. ജൂൺ 5 ആണ് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ അത് ഐവറി കോസ്റ്റ് ആണ്. അപ്പോൾ കൂട്ടത്തിൽ 2024 ഓർത്തിരിക്കുക. 2024 സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയാണ് 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചിട്ടുള്ള രാജ്യം. 2023 ഐവറി കോസ്റ്റ് ആയിരുന്നു. 2024 സൗദി അറേബ്യയാണ്. 2023 തീം എന്തായിരുന്നു? 2023 പരിസ്ഥിതി ദിന തീം ചോദിച്ചാൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതായിരുന്നു 2023 തീം. 2024 എന്താണ്? 2024 തീം ചോദിച്ചാൽ ഭൂപുനഃസ്ഥാപനവും മരുവൽക്കരണം, വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധവും എന്നതാണ് കേട്ടോ. 2023 പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതായിരുന്നു പരിസ്ഥിതി ദിനത്തിൻ്റെ തീം. 2024 ഭൂപുനഃസ്ഥാപനവും മരുവൽക്കരണം, വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധമാണ് 2024 തീം. ഇനി 2024 സ്ലോഗൻ ചോദിച്ചാൽ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നമ്മൾ പുനഃസ്ഥാപനത്തിൻ്റെ തലമുറ എന്നതാണ്. മാറിപ്പോവരുത് സ്ലോഗണും തീമായിരുന്നു ഭൂപുനഃസ്ഥാപനവും മരുവൽക്കരണവും വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധം. സ്ലോഗൻ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നമ്മൾ പുനഃസ്ഥാപനത്തിൻ്റെ തലമുറ എന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, 2035 ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേര്. 2035 ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേര് ചോദിച്ചാൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്താണ്? 2035 ആവുമ്പോഴേക്കും ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേരാണ്, സ്പേസ് സ്റ്റേഷൻ്റെ പേര് ചോദിച്ചാൽ അത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനാണ്. ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവി. ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവി ചോദിച്ചാൽ അത് ഗംഗ ഡോൾഫിൻ ആണ്. ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവിയായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഗംഗ ഡോൾഫിൻ. കേരള സംഗീത നാടക അക്കാദമി
അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ ഈയിടെ ഇടം നേടിയ ഇനമേതാണ്? കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ ഈയിടെ ഇടം നേടിയ ഇനം മിമിക്രിയാണ്. കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ ഈയിടെ ഇടം നേടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ചോദിച്ചാൽ അത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ഇപ്പോഴത്തെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ദിവസം? ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ദിവസം ചോദിച്ചാൽ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ദിവസം 2023 മെയ് 28 ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിൽ ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തത്. ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19 ആദ്യ സമ്മേളനം നടന്നിട്ടുള്ളത്. പുതിയ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19 ഉദ്ഘാടനം നടന്ന ദിവസം ചോദിച്ചാൽ 2023 മെയ് 28 മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സാംഭാജി നഗർ എന്നത് ഔറംഗാബാദിന്റെ പുതിയ പേരാണ്. ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സാംഭാജി നഗർ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ വ്യക്തി പ്രവീൺ കുമാർ ശ്രീവാസ്തവ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ വ്യക്തിയാണ്. വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയ ദിവസം ചോദിച്ചാൽ 2023 സെപ്റ്റംബർ 28 വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുള്ളത്. അപ്പോൾ വനിതാ സംവരണ ബില്ലിന്റെ മറ്റൊരു പേര് ചോദിക്കാം. നാരി ശക്തി വന്ദൻ അധിനിയം എന്നതാണ് വനിതാ സംവരണ ബില്ലിന്റെ മറ്റൊരു പേര്. അപ്പോൾ മുൻപ് ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതെന്നാണ്? 2023 സെപ്റ്റംബർ 28 അപ്പോൾ ലോകസഭ അംഗീകരിച്ചതെന്നാണ്? ലോകസഭ അംഗീകരിച്ചിട്ടുള്ളത് 2023 സെപ്റ്റംബർ 20 ലോകസഭ അംഗീകാരം നൽകിയിട്ടുള്ളത് 2023 സെപ്റ്റംബർ 20 രാജ്യസഭ അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 21 ലോകസഭ 2023 സെപ്റ്റംബർ 20 അംഗീകാരം നൽകി. രാജ്യസഭ 2023 സെപ്റ്റംബർ 21 അംഗീകാരം നൽകി. രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2023 സെപ്റ്റംബർ 28 പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് മേധാ പട്കറിനാണ് പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? കാലം സാക്ഷി എന്നതാണ് അല്ലേ? കാലം സാക്ഷി എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. അപ്പോൾ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മേധാ പട്കറിനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്